ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും സൈക്കിൾസ് വിഷന്റെ ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതൊന്ന് ഉച്ചയ്ക്കുള്ള വിശേഷങ്ങളാണ്. ഉച്ചത്തെ കുഞ്ഞ് കുക്കിങ്ങും ഒക്കെ ഉള്ള വീഡിയോ ആണ്. ചേട്ടാ ഇപ്പോൾ ഓട്ടം കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി വേണം വീഡിയോ എടുക്കാനുണ്ട്. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അല്ലേ. അത് ഇന്നത്തെ നമ്മുടെ ആഹാര കാഴ്ചകളിലേക്ക് ഉച്ച അതെ അപ്പൊ അങ്ങോട്ടുള്ള അടുക്കളയിലോട്ടൊക്കെ കട്ടം അത് മാറ്റിയിട്ടുണ്ട്. ഇത് നമ്മള് ചിക്കൻ കേട്ടോ. അപ്പൊ മീൻ ഇന്നലത്തെ ചിക്കൻ നമ്മള് ഫ്രൈ വാങ്ങിച്ചായിരുന്നു. അപ്പൊ അത് ഇന്ന് നമ്മൾ ചൂടാക്കുന്ന ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇന്നലെ തീർന്നില്ല, അതുകൊണ്ട് പിന്നെ സവാളയും കൂടെ കഴിഞ്ഞ് വെക്കണം. അത് നമ്മള് ലാസ്റ്റ് നമ്മള് കാണിക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം ഞാൻ ചെയ്ത് കാണിച്ചു തരാം അല്ലേ. ഓക്കെ. പിന്നെ നമുക്ക് ഇനി അടുത്തുള്ള നമ്മളെ കാര്യങ്ങൾ ഇനി തുടങ്ങാൻ പോണതേ ഉള്ളൂ. കരുവാട് ഇതാ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നത്തോലി കരുവാട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബീട്രൂട്ട് സവാള ഇങ്ങനെയുള്ളതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പാവയ്ക്ക സവാള ഇങ്ങനെയുള്ള എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കിയത് ഇങ്ങനെ പറ എന്റെ വാവച്ച കുട്ടി എല്ലാം അരിഞ്ഞു വെച്ചേക്കുന്നു. അതെ, ഫോൺ ഇല്ലാത്തതുകൊണ്ടാണ്. നമുക്ക് ഒരു ഫോണേ ഉള്ളൂ. അപ്പോഴ് ആ ഫോണ് അപ്പൊ ഇനിയിപ്പം എണ്ണ നമ്മള് പപ്പടം പൊരിച്ചതിന്റെ എണ്ണ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പൊ ഈ ഇതിലാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ കുക്കിംഗ് കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ കൂട്ടുകാരെ, ഉച്ചത്തേക്കായിട്ട് നമുക്ക് ആദ്യം നമ്മുടെ മെഴുക്ക് വരട്ടി തന്നെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട്. അപ്പോൾ 2-3 കോവയ്ക്ക കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി വെറുതെ ഇട്ടേക്കണം. എന്തിനാന്ന് വെച്ചാൽ ഞാൻ ഇതിൽ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സവാളയും പാവയ്ക്കയും കോവയ്ക്കയും കൂടെ ചേർന്നൊരു മെഴുക്ക് വരട്ടിയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊന്ന് വേകട്ടെ. നമ്മൾ മെഴുക്ക് വരട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. കോവയ്ക്കയും കൂടെ ഇട്ടതുകൊണ്ട് പാവയ്ക്കര കയ്പ്പ് കാണൂല. കോവയ്ക്ക ഇട്ടിരുന്നാലും വേറൊരു മെഴുക്ക് വരട്ടി ഇല്ല വയ്ക്കാൻ കാണൂലെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇതിൽ കൂടെ ഇട്ടത് കേട്ടോ. ടേസ്റ്റ് എന്തായിരിക്കുമല്ലോ, ഞാൻ ഇങ്ങനെ വച്ചിട്ടില്ല. നമ്മുടെ നെത്തോലി കരുവാടിന് ആവശ്യമായിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ മിക്സിയുടെ ജാറും കൂടെ കഴുകി കുറച്ച് വെള്ളം വീത്തി അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി ഇത്രയേ ഉള്ളൂ. ഇത്ര മതിയാ? തക്കാളി അരിഞ്ഞിട്ട് അപ്പോൾ കുറവല്ലേ ഒരു തക്കാളി. നമ്മുടെ നെത്തോലി കരുവാടും റെഡിയാവാനായിട്ട് നമ്മളതാ വച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ മെഴുക്ക് വരട്ടിയും റെഡിയാവുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, ഇതിപ്പോൾ കിട്ടിയ ചക്കയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വിചാരിച്ചു, അപ്പോൾ ഇത് പെട്ടെന്ന് ഇത് കൂടി കുറച്ച് അരിഞ്ഞെടുത്ത് നമുക്ക് ഇളക്കാമെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് നമുക്ക് കുക്കറിൽ ഇട്ട് വെക്കാം. ഇന്ന് ചക്ക പെട്ടെന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ വാവച്ചി. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത കാര്യത്തിലേക്ക് പോകാം. നമ്മുടെ മെഴുക്ക് റെഡി ആയിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കരുവാട് ഇതെല്ലാം പെട്ടെന്ന് നടക്കണ്ട. കരുവാട് നമ്മുടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് വിഴുക്ക് മാറ്റിയിട്ട് അടുത്ത നമ്മുടെ കാര്യത്തിലേക്ക് പോകാം. ചൂടായിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇതിലേക്ക് കുറച്ച് കടു. ഈ കടു പൊട്ടല്ലേ, പൊടിയാണ് കേട്ടോ. അപ്പം നമ്മളതിലേക്ക് നമ്മുടെ ഒറിജിനൽ കരിയേപ്പല ഇട്ടിട്ടുണ്ട്. ഇനി അതിൽ കൂടെ നമ്മുടെ ബീട്രൂട്ട് ഇട്ടിട്ടുണ്ട്, സവാള ഇട്ടിട്ടുണ്ട്. നമ്മുടെ കരുവാട് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതിലോട്ട് നമ്മുടെ ഏറ്റവും വിശിഷ്ടമായ നമ്മുടെ എന്താണ് ഐറ്റം? കറിവേപ്പില. യെസ്, കറിവേപ്പിലയും കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കരുവാട് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാ ഇവിടെ വെന്തുകൊണ്ടേ ഇരിക്കുകയാണ്. എല്ലാം സ്പീഡപ്പ് പെട്ടെന്നാവട്ടെ. അപ്പോൾ നമ്മൾ ഇത് അങ്ങ് ഓഫ് ചെയ്ത് വെച്ചേട്ടോ. തേങ്ങയും കൂടെ തിരുവണം. ഈ തേങ്ങ ഫുള്ള് തിരുവെടുത്തിട്ട് കാണിച്ചില്ല. ഇതിനകത്ത് തേങ്ങ, മുളക് പൊടി, മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇതിനകത്തോട്ട് വെളുത്തുള്ളിയും ജീരകവും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ചേർത്ത് നമ്മളിതാ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണേ. ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ ഇവിടെ ചോറൊക്കെ നമ്മൾ വാവച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറ് വടിച്ച് നല്ല ആട്ടിപ്പൊടിയായിട്ട് തോർത്തിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ബാലൻസതിന് നമുക്ക് ചക്കയിൽ ചേർക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം? കാര്യമുളക് കിട്ടുമെന്ന് നോക്കണം. അല്ലെ കാന്താരി മുളക് കിട്ടുമെന്ന് നോക്കണം. അപ്പം ഞാൻ അതിലൊന്ന് പോയിട്ട് വരട്ടെ. സ്റ്റെപ്പ് നോക്കുന്നു. കാന്താരി മുളക് പറിക്കണമെന്ന് ഇരുന്ന കാന്താരി മുളക് ആരോ കൊണ്ടുപോയി, എല്ലാം പോയി. ഇനി അടുത്ത് നമുക്ക് അറ്റാക്ക്. അപ്പോൾ നമുക്ക് കാന്താരി മുളക് കിട്ടിയില്ല, പകരം കാര്യമുളക് പറിക്കാം.
ഇവിടെ നിന്ന് കാര്യമുളക് മൂട്ടിക്കാം. ആവശ്യത്തിനായെന്നാണ് തോന്നണത്. എന്താ ചൂട് ദൈവമേ, ചൂട് ചൂട്. അങ്ങനെതാ നമുക്ക് ഇത്രയും കാര്യമുളക് കിട്ടിയിട്ടുണ്ട്. റെഡി ആയിട്ടുണ്ട്. ഇത്രയൊക്കെ മതി. അപ്പൊ ഇനിയിപ്പോ ഇതിനെ കഴുകണം. ചക്കയിലോട്ട് എന്തെടുക്കും? അരപ്പ് കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ ഒത്തിട്ട് പെട്ടെന്ന് വെക്കാം കേട്ടോ. സമയമൊന്നുമില്ല. പെട്ടെന്ന് ആട്ടെ കേട്ടോ, വയ്യ കേട്ടി സമയം കാന്താരി ഓഫ് ചെയ്തോ. എല്ലാം ചേർത്ത് നേരെ അടയ്ക്കു വയ്ക്കുന്നു. പിന്നെ അടച്ചു വെച്ച് നമുക്ക് ഇനി ഒരു ഫിസിൽ വയ്ക്കാം. അങ്ങനെ നമ്മുടെ യൂട്യൂബർ സജിത എന്ത് ചെയ്യാണ്? എല്ലാം ആയിട്ടുണ്ട്. കരുവാട് കറി, തോരൻ, അത് വിഴുക്ക് എത്തിച്ചിട്ടുണ്ട്. നമ്മുടെ കുക്കറും വെച്ചിട്ടുണ്ട്. ചക്ക ബാവച്ചി അടുത്ത വീഡിയോക്കുള്ള തയ്യാറെടുപ്പിലാണ്. ഞാൻ സഞ്ചാരം കളിക്കുന്നതല്ല ചേട്ടാ. ബാവച്ചി നമ്മുടെ ചക്ക ചവണിയിൽ നിന്ന് എന്തെടുക്കുന്നു? ചക്കക്കുരു ഇങ്ങനെ വേർതിരിച്ചെടുക്കുകയാണ്. റെഡിയാവണ സമയം കൊണ്ട് ഇതെന്തെന്നറിയാമോ? ഇത് ബീട്രൂട്ട് കഴുകി വെള്ളമാണ് വച്ചേക്കണത്. എന്തിനാണ്? അതുകൊണ്ട് ഇങ്ങനെ കൈ 10 മിനിറ്റ് മുക്കി വെച്ചിരുന്ന കയ്യിൽ അഴുക്ക് പോകുന്നെന്ന് പറയണത്. അപ്പൊ പിന്നെ സമയം ഇതുവരെ കിട്ടിയില്ല. ഇത് ഒരു ബ്യൂട്ടി ടിപ്സ് ആയിട്ട് നിങ്ങൾ എടുക്കുക. ബീട്രൂട്ടിന്റെ വെള്ളം ഒരു 10 മിനിറ്റ് മുക്കി വെച്ചേക്കാം. വിനാഗിരി കൂടെ ചേർത്താൽ ചേർത്ത് മുക്കി വെച്ചാൽ വിനാഗിരി കൂടെ ചേർത്തിട്ട് ഇങ്ങനെയുള്ള വീഡിയോസ് നമുക്ക് ഇടയ്ക്ക് ചെയ്യാം കേട്ടോ. മുഖത്തോടൊപ്പം തേച്ചോ. അങ്ങനെ നമ്മുടെ ചക്ക ഫിസിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ചക്ക അങ്ങ് ഓഫ് ചെയ്ത് വെക്കാം. നമ്മുടെ ഇതിനെ വൃത്തിയാക്കിയത് ആ ചക്കക്കുരു നമ്മളിവിടെ ഇരുന്ന ഒരു ഫോണിലാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ ഇങ്ങനെയൊക്കെ പാക്ക് ചെയ്ത് സ്പെൻസറിൽ കൊടുത്താൽ ഭയങ്കര ബിസിനസ് സംരംഭമാണ്. ചക്കക്കുരു ഉള്ളിൽ പിറകെ ഇതേപോലെ ഒരു ഹാഫ് ബോയിൽഡ് ആക്കിയാൽ അല്ലെ ഇതേപോലെ തോനാൾ ഇരിക്കത്തില്ലായിരിക്കും. ഇതേ ഇരിക്കും എന്നുള്ള എനിക്കറിഞ്ഞൂടെ. ഹാഫ് ബോയിൽഡ് ആണെങ്കിൽ ഇരിക്കും. എന്ന് പറഞ്ഞാൽ ആവിയിലിട്ടൊന്ന് വേവിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആട്ടിപ്പൊളിയായിട്ട് ഇതേപോലെ ബിസിനസ് കൊള്ളാം. സെറ്റ് ഏർപ്പാടാണ്. അപ്പൊ ഇനിയിപ്പോ വേസ്റ്റും കൊണ്ട് കളയാൻ വേണ്ടി എന്നെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. എന്റെ ചക്ക രാവിലെ മലക്കറിയുടെ എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ടാ ചക്കരെ? എവിടെ എന്റെ ചക്കര എന്നെ ഒന്ന് ഫേസ് അങ്ങനെ നമ്മുടെ ചക്ക ഇളക്കിയതും അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ കൂട്ടുകാരെ നമ്മൾ ആ ചോറ് കഴിക്കാൻ പോയിട്ടുണ്ട്. ചോറ് കഴിക്കാൻ പോവുകയാണ്. അത് തന്നെ കറികൾ നോക്കിയേ. മെഴുക്കുവരട്ടി, തോരൻ, ചിക്കൻ ഫ്രൈ, ചക്ക, കരുവാട് കറി. അപ്പൊ ഇതെല്ലാം കൂടെ വെച്ച് നമ്മളൊന്ന് ആഞ്ഞൊരു പിടുത്തം പിടിച്ചിട്ട് വരാം. ഓക്കെ. ചക്ക ചൂടൊന്നു ഫാനിട്ടിരിക്കണം. ആദ്യം കഴിയും അങ്ങോട്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ പെട്ടെന്ന് ചക്ക വച്ചതുകൊണ്ട് അതൊരു കറിയായില്ലേ? അതെ അതൊരു കറി. അമ്മ ചക്ക കൊണ്ടുവന്നു. നമ്മള് പെട്ടെന്ന് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി പെട്ടെന്നുള്ള തയ്യാറെടുപ്പായിരുന്നു കേട്ടോ. എല്ലാം നിമിഷ നേരം കൊണ്ട് കഴിഞ്ഞു. എല്ലാം നമ്മള് പെട്ടെന്ന് ശരിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഉച്ച വിഭവങ്ങൾ ഇതൊക്കെയായിരുന്നു അല്ലേ? സിമ്പിൾ നമ്മുടെ ഉച്ച വിഭവങ്ങൾ. അപൂർവമായിട്ടാണ് ഇത്ര വിഭവങ്ങളൊക്കെ വരണത്. ഒരു മീൻകറി, ഒരു തോരനാണ് നമ്മൾ ഇവിടത്തെ പതിവ്. ഇന്നിങ്ങനെയൊക്കെ സംഭവിച്ചതാണ്. അതങ്ങനെയാണല്ലോ. ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കണേന്ന് നമുക്ക് അറിഞ്ഞൂടല്ലോ അല്ലേ? ഇന്നത് ചിക്കൻ ഫ്രൈ ഉള്ളതുകൊണ്ട് ഞാൻ കരുവാട് വെക്കണ്ടെന്ന് വെച്ചിട്ട് ഓർമ്മിക്കാതെ എന്തായാലും എടുത്തിട്ടതാണ്. ഞാൻ വൃത്തിയാക്കി വെച്ചതാണ്. അപ്പൊ ഓക്കെ. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കൂട്ടുകാരെ. ഞങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.